ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വിനോദസഞ്ചാരത്തിന് അനന്ത സാധ്യതകൾ ഒരുക്കി കിഴക്കൻ മലയോരം കയാക്കിങ്ങിനായി ഒരുങ്ങിക്കഴിഞ്ഞു. മത്സരത്തിനായി വിനോദസഞ്ചാരികൾ ഏറെയെത്തുന്ന മലയോരത്തിനിത് അഭിമാന നിമിഷമാണ്. മലയോരത്തെ കയാക്കിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കും മുമ്പ് കാണാം പ്രധാന വാർത്തകൾ. കേരള NGO അസോസിയേഷൻ 43-ാം ജില്ലാ സമ്മേളനത്തിന് തുടക്കം. അവകാശ സംരക്ഷണത്തിനായി സമരരംഗത്തേക്ക് ഇറങ്ങുമെന്ന് അസോസിയേഷൻ. വീറും വാശിയും അലതല്ലി കോട്ടപ്പാടം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ്. വിജയിക്കുന്ന മുന്നണിക്ക് ഇനി ഫറോക്ക് മുനിസിപ്പൽ ഭരണം. ഓർഫനേജുകളുടെ ഭാവിതല പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഓറിയന്റേഷൻ പ്രോഗ്രാം കോഴിക്കോട്ട്. വാർത്തകൾ വിശദമായി. ഫാസിസത്തിന്റെയും അസഹിഷ്ണുതയുടെയും പാരമ്പര്യമാണ് രാജ്യത്തിന്ന് വളർന്നുവരുന്നതെന്ന് എഴുത്തുകാരൻ KP രാമനുണ്ണി. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ ദളിത് വേട്ടയ്ക്കെതിരെ, ഫലസ്തീൻ വിരുദ്ധ സമീപനങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ ലീഗ് സംഘടിപ്പിച്ച കൂട്ടധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യമൊട്ടാകെ ദളിതർക്കും സ്ത്രീകൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാട്, ഫലസ്തീൻ വിരുദ്ധ സമീപനങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് പ്രതിഷേധമിരമ്പിയത്. മാനാഞ്ചിറ കിഡ്സൺ കോർണറിൽ കൂട്ടോപവാസം നടത്തിയായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ പരിപാടി എഴുത്തുകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ പാരമ്പര്യത്തിന് അതീതമായാണ് രാജ്യത്തരങ്ങേറുന്ന സംഭവങ്ങളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫാസിസത്തിന്റെയും അസഹിഷ്ണുതയുടെയും പാരമ്പര്യമാണ് ഇന്ന് വളർന്നുവരുന്നത്. ദളിതർക്കും സ്ത്രീകൾക്കും നേരെ രാജ്യമെങ്ങും അതിക്രമങ്ങൾ നടക്കുന്നു. ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ അടിച്ചുകൊല്ലും. ഇഷ്ടാനുസരണം ആഹാരം കഴിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്നു. ബഹുസ്വരതയെ നശിപ്പിക്കാൻ സർക്കാരും കൂട്ടുനിൽക്കുന്നതായും KP രാമനുണ്ണി പറഞ്ഞു. ദളിത് പീഡനമായിട്ടും ന്യൂനപക്ഷ വേട്ടയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയങ്ങളിലുള്ള നീചമായിട്ടുള്ള തകിടം മറികളായിട്ടും കോർപ്പറേറ്റുകൾക്ക് ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നതായിട്ടും സാമ്രാജ്യത്വ ശക്തികളുടെ കൈകോർത്തു പിടിക്കുന്നതായിട്ടുമെല്ലാം ഉള്ള നിലപാടുകളിൽ കൂടെ ഭരണകൂടവും അവരുടെ ചുറ്റുമുള്ള വൃന്ദവും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം വലിയൊരു രോഗത്തിന്റെ ലക്ഷണങ്ങളായി നാം കാണേണ്ടതാണ്. സത്യത്തിൽ ഇന്ത്യൻ നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് ബഷീർ ബഡേരി അധ്യക്ഷനായിരുന്നു. PK പാറക്കടവ്, INL അഖിലേന്ത്യാ സെക്രട്ടറി അഹമ്മദ് ദേവർകോവിൽ തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. നാസർ കോയ തങ്ങൾ, പ്രൊഫസർ AP അബ്ദുൽ വഹാബ്, KP ഇസ്മായിൽ, മുക്കോലക്കൽ ഹംസ തുടങ്ങിയവർ സംബന്ധിച്ചു. നഗരസഭാ ഭരണത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന കോട്ടപ്പാടം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. വിജയിക്കുന്ന മുന്നണിക്കായിരിക്കും ഫറോക്ക് മുനിസിപ്പൽ ഭരണം. വീറും വാശിയും നിറഞ്ഞ വോട്ടെടുപ്പിന് ശേഷം 19-ന് ഫലപ്രഖ്യാപനം നടക്കും. ഫറോക്ക് നഗരസഭാ ഭരണത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന കോട്ടുപാടം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടന്നു. വിജയിക്കുന്ന മുന്നണിക്കായിരിക്കും ഫറോക്ക് മുനിസിപ്പൽ ഭരണം എന്നതിനാൽ വോട്ടെടുപ്പിന് വീറും വാശിയും ഏറെയായിരുന്നു. ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലെ 7-ാം വാർഡായ കോട്ടപ്പാടത്ത് UDF സ്ഥാനാർത്ഥി EK താഹിറയും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി BP സർഫിനിയുമാണ് പ്രധാന എതിരാളികൾ. BJP സ്ഥാനാർത്ഥി നിഷ വിശ്വനാഥനും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമടക്കം 5 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. UDFന്റെ കാൻഡിഡേറ്റ് ആണല്ലോ, എത്രത്തോളം പ്രതീക്ഷയുണ്ട്? 100% ആത്മവിശ്വാസമുണ്ട്. നല്ല പൂർണ്ണ വിജയത്തോടെ വരുന്നുള്ള തന്നെയാണ്. LDFന്റെ സ്ഥാനാർത്ഥിയാണല്ലോ, ഇപ്പം എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? വിജയപ്രതീക്ഷ പറഞ്ഞത് ഇതിപ്പോൾ UDFന്റെ നിലനിൽപ്പുള്ളൊരു വാർഡാണ്. പക്ഷെ എന്നാലും 100% നമ്മളെ മാക്സിമം നമ്മളെ എല്ലാ രീതിയിലുള്ള കഴിവും തെളിയിക്കാനുള്ള ഒരു വോട്ടെടുപ്പാണിത്. ഇൻഷാ അല്ലാഹ് ഇനി നാളെ അറിയാലോ എന്താന്നുള്ളത്. ഈ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഇപ്പോൾ 3/4 ഭാഗോളം. UDF കൗൺസിലറും നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായിരുന്ന സബീന മൻസൂറിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. അന്തിമ പട്ടിക പ്രകാരം 596 സ്ത്രീകളും 568 പുരുഷന്മാരും ഉൾപ്പെടെ 1164 വോട്ടർമാരാണ് വാർഡിലുള്ളത്.
136 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കോട്ടപ്പാടം വാർഡിൽ കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിരുന്ന സബീന മൻസൂർ വിജയിച്ചത്. സബീന മൻസൂറിന് 447 വോട്ടും LDF സ്ഥാനാർത്ഥി ബീനാബായിക്ക് 341 വോട്ടും BJP സ്ഥാനാർത്ഥിക്ക് 44 വോട്ടുമാണ് ലഭിച്ചത്. 38 വാർഡുകളുള്ള നഗരസഭയിൽ LDFന് 18ഉം UDFന് 17ഉം BJPക്ക് 1ഉം 2 സ്വതന്ത്ര അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. 2 സ്വതന്ത്രമാരുടെ പിന്തുണയോടെയാണ് UDF ഭരിക്കുന്നത്. UDF കൗൺസിലറുടെ മരണത്തോടെ അംഗബലം തുല്യമായി. ഓർഫനേജ് കൺട്രോൾ ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുടെ മാനേജർമാർക്കായി ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ഓർഫനേജുകളുടെ അംഗീകാരം പുതുക്കൽ, പ്രവർത്തനം, ആനുവൽ ഇൻസ്പെക്ഷൻ തുടങ്ങിയ കാര്യങ്ങളിലാണ് ചർച്ച നടന്നത്. ഓർഫനേജ് കൺട്രോൾ ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുടെ മാനേജർമാർക്കുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ഓർഫനേജുകളുടെ അംഗീകാരം പുതുക്കൽ, പ്രവർത്തനം വിലയിരുത്തൽ, ഓർഫനേജ് കൌൺസിലർമാരുടെ പ്രവർത്തനം, ആനുവൽ ഇൻസ്പെക്ഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ ചർച്ച നടന്നു. ഈ അറ്റൻഡൻസ് രജിസ്റ്ററിലാണ് പലപ്പോഴും നമ്മൾ പ്രശ്നം കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്തെങ്കിലും നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്, അറ്റൻഡൻസ് രജിസ്റ്റർ ഓഡിറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് തയ്യാറാക്കുന്ന ഒരു പ്രവണത എല്ലായിടത്തിലും ഉണ്ടെന്നല്ല പറയുന്നത്. അപ്പോൾ അറ്റൻഡൻസ് രജിസ്റ്റർ കറക്റ്റ് ആയിരിക്കണം. ഓർഫനേജ് കൺട്രോൾ ബോർഡ് ജില്ലാ മെമ്പർ പരിക്കുട്ടി ഹാജി, സാമൂഹ്യനീതി ഓഫീസ് സൂപ്രണ്ട് പരമേശ്വരൻ, ഉനൈസ്, ഷൈനി, സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയ കർഷക പ്രക്ഷോഭങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലെഫ്റ്റ് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആദായനികുതി ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ദേശീയ കർഷക പ്രക്ഷോഭങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലെഫ്റ്റ് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധ കൂട്ടായ്മ ഒരുക്കിയത്. രാജ്യമെങ്ങും കർഷകർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം. കർഷക ആത്മഹത്യകൾ വർദ്ധിച്ചിട്ടും കേന്ദ്രം ഇടപെടാൻ വൈകുന്നു. കർഷകരുടെ സമരങ്ങളെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നുമാണ് സമരക്കാരുടെ പക്ഷം. കർഷകരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന കൂട്ടധർണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കൃത്യമായ പൊതുവിതരണ സമ്പ്രദായം രാജ്യത്ത് നടപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കർഷകന്റെ ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭ്യമാവാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കർഷകരെ നിലനിർത്തുന്നതിനു പകരം അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. ഇത്തരം നടപടികളെ ചെറുക്കുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ത്യയിൽ സമഗ്രമായ ഒരു പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കണം. ഉൽപാദകന്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കൊടുത്ത് സംഭരിക്കണം. ഉപഭോക്താവിന് ന്യായമായ വിലക്ക് ചരക്ക് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം. ആരാണത് സ്വീകരിക്കേണ്ടത്? നാളിതുവരെ രാജ്യം ഭരിച്ച കോൺഗ്രസും UPA ഗവൺമെന്റും സ്വീകരിക്കാത്ത കാര്യം, എന്നാൽ ഒരു പുതിയ സംവിധാനമായി വന്ന BJPക്ക് എന്തുകൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്നില്ല? ജില്ലാ പ്രസിഡന്റ് എടയത്ത് ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. കാഞ്ഞിക്കാവ് കുഞ്ഞികൃഷ്ണൻ, സതീഷ് ബാബു, OPI കോയ, മനോജ്, PV നവീന്ദ്രൻ, PC മുഹമ്മദ് തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയിൽ അണിനിരന്നു. വാർത്തകളിൽ ഒരിടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. ടൂറിസം, ട്രാവൽ, ഹോട്ടൽ, റിസോർട്ട്, കാറ്ററിംഗ് ഉൾപ്പെടുന്ന ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉന്നത ജോലിയും ഉയർന്ന ശമ്പളവും ഉറപ്പു നൽകുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി കോഴ്സുകൾ. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള സ്റ്റേറ്റ് കൗൺസിലിന്റെ ഫ്രാഞ്ചൈസിയായ ട്രാവൽ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് രാമനാട്ടുകരയിൽ ആരംഭിക്കുന്ന ആദ്യ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യമുള്ള കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0494244329 2729722. അതെ, നിങ്ങളല്ലേ എനിക്കിപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചിരുന്നേ. ഇത്തവണ ഞാൻ വാങ്ങിച്ചുതരാം, പേടിക്കണ്ട. ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനാ. നിങ്ങൾക്ക് മാത്രമല്ല, ഫുൾ ഫാമിലിക്കും ഉണ്ട്. ഒന്നല്ല 2 സെറ്റ് വീതം. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ തുടങ്ങിയല്ലേ? ഇങ്ങനെ മനസ്സിലായി? പുതിയ കളക്ഷൻ, ഫുൾ ഫാമിലി, 2 സെറ്റ്.
ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ വേണമടാ? കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഇൻ ഹൗസ് ഡിസൈനർമാർ ഒരുക്കുന്ന കളക്ഷനുകളാണ് 50% വരെ വിലക്കുറവ് ആഡി സെയിലിനായി എത്തുന്നത്. കല്യാൺ സിൽക്സ് ആഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറ സാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്, സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം, +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323136. വാർത്തകൾ തുടരുന്നു. മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യാന്തര കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വിളംബര ജാഥ നടന്നു. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനെത്തിയ വിദേശികളടക്കമുള്ള താരങ്ങളെ കലക്ടർ UV ജോസ് സ്വീകരിച്ചു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ തുഴയെറിയുന്ന താരങ്ങൾക്ക് നഗരത്തിന്റെ ആവേശജല സ്വീകരണം. 20 മുതൽ 23 വരെ കോടഞ്ചേരി ചാലിപ്പുഴ, തിരുവമ്പാടി ഇരുവഴിഞ്ഞിപ്പുഴ, ചക്കട്ടപ്പാറ, മീൻതുള്ളിപ്പാറ എന്നിവിടങ്ങളിലാണ് കയാക്കിംഗ് മത്സരങ്ങൾ. അന്താരാഷ്ട്ര താരങ്ങളടക്കം വിവിധയിടങ്ങളിൽ പരിശീലനം തുടങ്ങി. 13 വിദേശ താരങ്ങളടക്കം 26 പേർക്കാണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പരിസരത്ത് സ്വീകരണം നൽകിയത്. ജില്ലാ കളക്ടർ UV ജോസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. തുടർന്ന് താരങ്ങൾക്കൊപ്പം വിളംബര ജാഥ നടത്തി. സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ താരങ്ങളെ പരിചയപ്പെടുത്തി. കോഴിക്കോട്ടെ സ്ഥിരം കയാക്കിംഗ് സെന്റർ ഒരുക്കുമെന്ന് കലക്ടർ യോഗത്തിൽ പറഞ്ഞു. ന്യൂസിലൻഡ്, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്ന് 3 വീതവും ഓസ്ട്രിയ, മോണ്ടിനാഗ്രോ എന്നിവിടങ്ങളിൽ നിന്ന് 2 പേരും എത്തിയിട്ടുണ്ട്. അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഒരാൾ വീതമുണ്ട്. ചെസിൻബോം എന്ന വനിതയാണ് അമേരിക്കയിൽ നിന്നുള്ളത്. മുഹമ്മദ് സിനാൻ, വിശ്വനാഥ് രാത്, ആദർശ്, നിസ്തുൽ ജോസ്, നിതിൻ ദാസ്, അഖിൽ ദാസ്, കെവിൻ ഷാജി എന്നീ കോഴിക്കോട്ടുകാരും തുഴയെറിയുന്നുണ്ട്. 21 പുലിക്കയത്ത് മുൻ ഇന്ത്യൻ വോളിബോൾ താരം ടോം ജോസഫ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. കേരള NGO അസോസിയേഷൻ 43ാം ജില്ലാ സമ്മേളനത്തിന് തുടക്കം. ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് NP ബാലകൃഷ്ണൻ പതാക ഉയർത്തി. വർണ്ണാഭമായ വിളംബര ജാഥയാണ് സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുക്കിയത്. കേരള NGO അസോസിയേഷൻ 43ാം സംസ്ഥാന സമ്മേളനം ഒക്ടോബർ മാസത്തിൽ ആലപ്പുഴയിൽ നടക്കാനിരിക്കെയാണ് ജില്ലാ സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായത്. വർണ്ണാഭമായ വിളംബര ജാഥയോടെയായിരുന്നു സമ്മേളനത്തിന്റെ ആരംഭം. ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് NP ബാലകൃഷ്ണൻ പതാക ഉയർത്തി. അവകാശ സംരക്ഷണത്തിനായി ജീവനക്കാർ ഇന്ന് നെട്ടോട്ടമോടുകയാണെന്നും അധികാരത്തിലിരിക്കുന്നവർ ആരായാലും കൊടിയുടെ നിറം നോക്കാതെ സമരരംഗത്തേക്ക് ഇറങ്ങുമെന്നും ചടങ്ങിനെ അഭിവാദ്യം ചെയ്ത സംസ്ഥാന വൈസ് പ്രസിഡന്റ് C പ്രേമവല്ലി പറഞ്ഞു. സിവിൽ സർവീസ് രംഗത്തെ ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തിന് കൊടിയുടെ നിറം നോക്കാതെ സമരം ചെയ്യുന്ന ഒരു സംഘടന ഈ LDF സർക്കാർ അധികാരത്തിൽ വന്ന മുതൽക്ക് തന്നെ ജീവനക്കാരെ നെട്ടോട്ടമോടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങുന്ന ഒരേയൊരു പ്രസ്ഥാനം ഇന്ന് സംസ്ഥാനത്ത് ഒരേയൊരു പ്രസ്ഥാനം, തൊഴിലാളികളുടെ ഒരേയൊരു പ്രസ്ഥാനമാണ് NGO അസോസിയേഷൻ. ജില്ലാ സെക്രട്ടറി ശശികുമാർ കാവാട്ട്, ട്രഷറർ K പ്രദീപൻ, ആലീസ് ഉമ്മൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ജില്ലാ കൌൺസിൽ യോഗം നടന്നു. ജൂലൈ 19-നാണ് സമ്മേളന പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം. ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും.
കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മ പുതുക്കി കലിയനെ വിളിക്കൽ ചടങ്ങ്. പോയ കാലത്തിന്റെ അടയാളമായ കലിയനെ വിളിക്കൽ ചടങ്ങ് തിരിച്ചുകൊണ്ടുവന്നത് സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തകരാണ്. നഗരവാസികൾക്ക് കൗതുക കാഴ്ചയായി കലിയനെ വിളിക്കൽ. കർക്കിടകത്തെ വരവേൽക്കാൻ കാർഷിക പാരമ്പര്യം വീണ്ടെടുക്കാൻ മുതലക്കുളത്തെ പ്ലാവിൻ ചുവട്ടിൽ ഓലച്ചൂട്ട് കത്തിച്ചു പിടിച്ച് ഒരു കൂട്ടം ആളുകൾ ആർപ്പ് വിളിച്ചു. കലിയ കലിയ കൂവെന്ന്. സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് കലിയനെ വിളിക്കൽ ചടങ്ങ് നടത്തിയത്. ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിൽ വാഴക്കണയിൽ തയ്യാറാക്കിയ കാള, നുകം എന്നിവയ്ക്കൊപ്പം ഇലയട, പാളയട, പല നിറത്തിലുള്ള ചോറുരുളകൾ എന്നിവ വെച്ചുകൊണ്ടുള്ള ആചാരമാണ് പുനരാവിഷ്കരിച്ചത്. ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിൽ പ്രകൃതി നൽകിയ വിളകൾക്ക് നന്ദി പറഞ്ഞും വരും വർഷങ്ങളിൽ മികച്ച വിളവ് കിട്ടുന്നതിനുമായി കൃഷിയിടങ്ങൾ വൃത്തിയാക്കി കർഷകർ നടത്തിയ ആചാരമാണ് കലിയനെ വിളിക്കൽ. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ PK സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. കൗൺസിലർമാരായ P കിഷൻചന്ദ്, നമ്പിടി നാരായണൻ, സേവ് ഗ്രീൻ സൊസൈറ്റി പ്രസിഡന്റ് MP റിജുൽകുമാർ, PP മുകുന്ദൻ, അരീക്കൽ മുരളീധരൻ, MP രമേശ്, കൊച്ചിൻ ബേക്കറി, KV മനോജ്, ചന്ദ്രശേഖരൻ നായർ എന്നിവർ സംസാരിച്ചു. GST നടപ്പിൽ വന്നതോടെ കേരളത്തിലെ ഗവൺമെന്റ് കരാറുകാർ വലിയ പ്രയാസം നേരിടുകയാണെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. GST പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പുള്ള ബില്ലുകൾക്കും ശേഷമുള്ള ടെൻഡർ കഴിഞ്ഞ ബില്ലുകൾക്കും ടാക്സ് പിടിക്കുന്നതിനെ സംബന്ധിച്ച് അവ്യക്തതകൾ തുടരുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. GST പ്രാബല്യത്തിൽ വന്നതോടെ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ പ്രയാസങ്ങൾ നേരിടുകയാണ്. 2017 ജൂൺ 30 വരെ പണി കഴിഞ്ഞതും എഗ്രിമെന്റ് വെച്ചതും ടെൻഡർ ചെയ്തതുമായ മുഴുവൻ പ്രവൃത്തികളെയും GSTയിൽ നിന്ന് ഒഴിവാക്കണമെന്നും മാസത്തിൽ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന വ്യവസ്ഥ ഒഴിവാക്കുക. കാരണം ഗവൺമെന്റ് കരാറുകാർക്ക് മാസാമാസം ബില്ല് തുക ലഭിക്കുന്നില്ല. ആയതിനാൽ കരാർ മേഖലയിൽ ഇത് അപ്രായോഗികമായതിനാൽ കോമ്പൗണ്ടിംഗ് സമ്പ്രദായം പുനഃസ്ഥാപിക്കണമെന്നും മുൻകൂർ ടാക്സ് അടയ്ക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്നും പുതിയ ടാക്സിന് ആനുപാതികമായ തുക എസ്റ്റിമേറ്റിൽ വകയിരുത്തണമെന്നും കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വേതന വർധനയാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിനു മുന്നിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 20ാം ദിവസത്തിലേക്ക് കടന്നു. 19-ന് മുഖ്യമന്ത്രിയുമായി നടക്കുന്ന ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് നഴ്സുമാരുടെ തീരുമാനം. വേതന വർധനയാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നടത്തിവരുന്ന സമരം 20ാം ദിവസത്തിലേക്ക് കടന്നു. സമരത്തെ എസ്മ ബാധകമാക്കി നേരിടണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തോട് സർക്കാരിന് യോജിപ്പില്ലാത്ത സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചു. 19-ന് മാനേജ്മെന്റും UNO സംസ്ഥാന കമ്മിറ്റിയും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. 9,000 മുതൽ 14,000 വരെയാണ് നിലവിൽ നഴ്സുമാർക്ക് ലഭിക്കുന്ന വേതനം. ഇത് 20,000 രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യം പരിഗണിക്കാൻ സർക്കാർ തയ്യാറെങ്കിൽ സമരത്തിൽ നിന്ന് പിന്മാറുമെന്നും ചർച്ചയ്ക്ക് ശേഷവും അനുകൂല തീരുമാനമില്ലെങ്കിൽ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന ശക്തമായ നിലപാടിലാണ് നഴ്സുമാർ. വാർത്തകളിൽ ഒരിടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്, സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം, +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിംഗ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323136. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്.
എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. We already have a plan. അമ്മേ, കല്യാണത്തിനിടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ് മലബാറിലെ ടൂറിസം വികസനത്തിനായി ഹോം സ്റ്റേ ട്രെയിനിംഗ് പ്രോഗ്രാം ഒരുക്കുന്നു. ജൂലൈ 22-ന് GMI ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടി കളക്ടർ UV ജോസ് ഉദ്ഘാടനം ചെയ്യും. മലബാറിനെ ഒരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള ലക്ഷ്യം മുൻനിർത്തി ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവിന്റെ ഒരു സബ് കമ്മിറ്റിയാണ് ടൂറിസം സബ് കമ്മിറ്റി. ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ് മലബാറിലെ ടൂറിസം വികസനത്തിനായി ഹോം സ്റ്റേ ട്രെയിനിംഗ് പ്രോഗ്രാം ഒരുക്കുന്നു. ജൂലൈ 22-ന് കോഴിക്കോട് ചെറുട്ടി നഗർ സ്വിമ്മിംഗ് പൂളിന് സമീപമുള്ള GMI ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടി കളക്ടർ UV ജോസ് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ മലബാറിന്റെ ആതിഥേയ പാരമ്പര്യം മുൻനിർത്തി പൊതുജനങ്ങളിലേക്ക് ഹോം സ്റ്റേ സംരംഭകർ ആകുവാനുള്ള സാധ്യതകൾ അവതരിപ്പിക്കും. വിദേശത്തും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഹോം സ്റ്റേ വിജയകരമായി നടത്തിവരുന്നു. മലബാറിന്റെ സ്ഥിരാകേന്ദ്രമായ കോഴിക്കോട് നല്ല താമസമുറികളുടെ ദൗർലഭ്യം അതിന്റെ ടൂറിസം വാണിജ്യ മേഖലകളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇതിനൊരു പരിഹാരമുണ്ടാകുന്നതിനൊപ്പം ഹോം സ്റ്റേ ഒരു നല്ല വരുമാന മാർഗം കൂടിയാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മീഞ്ചന്ത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും വിജയോത്സവത്തിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും നടന്നു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മീഞ്ചന്ത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും വിജയോത്സവത്തിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പല സ്കൂളുകളുടെയും സ്ട്രെങ്ത് നമ്മൾ നോക്കേണ്ടതാണ്. എത്ര കുട്ടികളെ പരീക്ഷയ്ക്ക് എടുത്ത് അത് വെച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. 50 കുട്ടികളെ, ചില സ്കൂളുകളിൽ പരമാവധി 100 കുട്ടികളെ. ഇവിടെ പരീക്ഷയ്ക്ക് ഇരുന്നത് 479 കുട്ടികളാണ്. അതിലാകെ 36 കുട്ടികളെ പരാജയപ്പെട്ടു. അതും പല ജീവിത സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ട്, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട്, വേണ്ടുന്നത്ര പല സൗകര്യങ്ങളും ലഭിക്കാതെ വരുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായ കുട്ടികൾ. അവരുടെ ഇടയിൽ 92% വിജയം കരസ്ഥമാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നേട്ടമല്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച PTA മുഴുവൻ അധ്യാപകരെയും രക്ഷാകർത്താക്കളെയൊക്കെ ഞാൻ പ്രത്യേകം കോർപ്പറേഷൻ കൗൺസിലിന് വേണ്ടി അഭിനന്ദിക്കുന്നു. PTA പ്രസിഡന്റ് PM സുരേഷ് ബാബു അധ്യക്ഷം വഹിച്ചു. കൗൺസിലർ നമ്പിടി നാരായണൻ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ നജ്മ കെ സ്കൂൾ ഡയറി പ്രകാശനം ചെയ്തു. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ചെയർമാൻ മേലടി നാരായണൻ, VHSC പ്രിൻസിപ്പൽ ഇൻചാർജ് അബ്ദുൽ കബീർ EK, ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സക്കീർ, ഉദീഷ് കുമാർ, റോഷൻ ജോൺ, റഹീന P, ശോഭ PS, ജിത VG, ജ്യോതിഷ് കുമാരി എന്നിവർ സംസാരിച്ചു. GSTയിലെ അപാകതകൾ കേരളത്തിലെ കാറ്ററിംഗ് മേഖലയെ പിന്നോട്ടടിപ്പിക്കുമെന്ന് ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ. നികുതി നിയമവ്യവസ്ഥ പാലിച്ച് കാറ്ററിംഗ് നടത്തുന്നവർക്ക് പുതിയ നികുതി പരിഷ്കാരം പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. GST കേരളത്തിലെ കാറ്ററിംഗ് മേഖലയെ പിന്നോട്ടടിപ്പിക്കുമെന്നും പ്രത്യേകിച്ച് നികുതി നിയമവ്യവസ്ഥ പാലിച്ച് കാറ്ററിംഗ് നടത്തുന്നവർക്ക് ഈ നികുതി പരിഷ്കാരം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയതെന്നും ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. GST സംബന്ധിച്ച് വിവിധ ആവശ്യങ്ങളാണ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. 18% GST 5% കുറച്ച് കൂടുതൽ പേരെ നികുതിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്നും 75 ലക്ഷം വരെയുള്ള കോമ്പോസിഷൻ പരിധിയിൽ കാറ്ററേഴ്സിനെ ഉൾപ്പെടുത്തണമെന്നും ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നിലവിലുള്ള കോമ്പോസിഷൻ പരിധി 75 ലക്ഷത്തിൽ നിന്ന് 1.5 കോടി രൂപയായി ഉയർത്തണം. ഓഡിറ്റോറിയങ്ങളിലും പാരിഷ് ഹാളിലും കാറ്ററിംഗ് നടത്തുന്നവർക്ക് GST നമ്പർ നിർബന്ധമാക്കണമെന്നും കോഴി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ സർക്കാർ മാർക്കറ്റിൽ ഇടപെടണമെന്നും അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യങ്ങളും ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നടനശ്രീ കലാക്ഷേത്ര കോഴിക്കോടിന്റെ സെക്രട്ടറിയും നർത്തകനുമായ TS അനിയനെ നൃത്താദരം 2017 ചടങ്ങിൽ ആദരിച്ചു.
മുൻ പോലീസ് സൂപ്രണ്ട് എൻ സുഭാഷ് ബാബു ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. നടനശ്രീ കലാക്ഷേത്ര കോഴിക്കോടിന്റെ സെക്രട്ടറിയും നർത്തകനുമായ TS അനിയനെ നൃത്താതരം 2017 ചടങ്ങിൽ ആദരിച്ചു. മുൻ പോലീസ് സൂപ്രണ്ട് എൻ സുഭാഷ് ബാബു ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. അങ്ങനെ പഠിപ്പിച്ചിട്ട് 1000-10,000 ശ്ലോകങ്ങളൊക്കെ ഒരു ചെറിയ 10 വയസ്സ് 15 വയസ്സുള്ള ഒരു കുട്ടി അത് വളരെ അനായാസം ആലാപനം ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അതിശയിക്കും. പക്ഷെ എന്താണ്, അതോടുകൂടി ആ കുട്ടിയുടെ ബൗദ്ധിക വളർച്ചയാണ് ഉണ്ടാവുന്നത്, അച്ചടക്കമാണ് അതുകൊണ്ടുണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വളർച്ചയുടെ അടിസ്ഥാന ഘടകം ഇതേമാതിരിയുള്ള ശീലങ്ങളാണ്. നൃത്യോന്നതി കോർഡിനേറ്റർ P. ശശിധരൻ കാവിൽക്കോട്ട അധ്യക്ഷം വഹിച്ചു. തിരുനാമമൂർത്തി, കുമുദം ദിവാകരൻ, ജോസ് തോമസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. KM ജയപാലൻ അനിയനെ പൊന്നാടി അണിയിച്ചു. കൃത്രിമ കൂട്ടുകളുമായി ഗുണങ്ങൾ നഷ്ടപ്പെട്ട മത്സ്യങ്ങളാണ് ഇന്ന് വീടുകളിൽ ലഭ്യമാകുന്നത്. ഇവിടെ ഗുണങ്ങൾ നഷ്ടപ്പെടുത്താതെ പുത്തൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മത്സ്യം വീടുകളിൽ എത്തിക്കാനുള്ള സംരംഭവുമായി യുവ സംരംഭകർ രംഗത്തുണ്ട്. ഐസിലിട്ടും കൃത്രിമ കൂട്ടുകളുമായി ഗുണങ്ങൾ നഷ്ടപ്പെട്ടാണ് ഇന്ന് മത്സ്യങ്ങൾ ലഭ്യമാകുന്നത്. മത്സ്യത്തിന്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ പുത്തൻ സാങ്കേതിക വിദ്യയുമായി കോർത്തിണക്കി US ഫിഷ് കാച്ച് ഫ്രഷ് എന്ന യുവ സംരംഭകർ മത്സ്യങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. www.usfish.com എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി മത്സ്യം വാങ്ങാൻ ഇവർ അവസരമൊരുക്കുന്നു. ആവശ്യാനുസരണം കട്ട് ചെയ്ത് വൃത്തിയാക്കി മത്സ്യം വീടുകളിൽ എത്തിച്ചു കൊടുക്കും. US ഫിഷ് ഫ്രഷ് വാട്ടർ മെഷീൻ ഉപയോഗിച്ച മത്സ്യത്തിന്റെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടാതെ പോലെ തന്നെ സൂക്ഷിക്കുന്നുവെന്നും ക്യാഷ് ഓൺ ഡെലിവറി, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ ബാങ്കിംഗ് സൗകര്യവും ഒരുക്കുന്നുണ്ട് എന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡെയിലി വീക്കിലി ഓഫറുകളും ഓൺലൈനോടൊപ്പം ഹൈജീനിക് റീറ്റെയിൽ സ്റ്റോർ ചേവായൂർ നെയ്ത്തുകുളങ്ങരയിൽ പ്രവർത്തനം ആരംഭിച്ചതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള NGO അസോസിയേഷൻ 43ാം ജില്ലാ സമ്മേളനത്തിന് തുടക്കം. അവകാശ സംരക്ഷണത്തിനായി സമരരംഗത്തേക്ക് ഇറങ്ങുമെന്ന് അസോസിയേഷൻ. വീറും വാശിയും അലതല്ലി കോട്ടപ്പാടം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ്. വിജയിക്കുന്ന മുന്നണിക്ക് ഇനി ഫറോക്ക് മുനിസിപ്പൽ ഭരണം. ഓർഫനേജുകളുടെ ഭാവിതല പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഓറിയന്റേഷൻ പ്രോഗ്രാം കോഴിക്കോട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.